ഇത് പഠിപ്പിച്ചവരോടുള്ള അച്ഛൻ്റെ അരിശവും അമർഷവുമാണ് അച്ഛൻ പ്രകടിപ്പിച്ചെന്നുള്ള ആരോപണം വരിക. പറയുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കുക. ഈ നാളുകളിലൊക്കെ നിരവധി പേര് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും സുവിശേഷത്തെയും ക്രിസ്തുവിനെയും സഭയെയും ഒക്കെ വിമർശിച്ച് സന്ദേശങ്ങൾ നൽകുന്നത് കാണാനിട വരുന്നുണ്ട്. ബൈബിളിലില്ല, അതുകൊണ്ട് വിശ്വസിക്കണ്ട എന്നത് കത്തോലിക്ക സഭയുടെ ശരിയായ പ്രബോധനമല്ല. തിരുവചനത്തിൻ്റെ അഭിഷേകത്തിലേക്ക്, പ്രാർത്ഥനയുടെ നിറവിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ സാധിക്കുന്നവരിലേക്കൊന്ന് പങ്കുവെച്ച് കൊടുക്കാനായിട്ടൊന്ന് മനസ്സ് വയ്ക്കണേ. നിങ്ങളങ്ങനെ ഒരു കുറച്ച് പേർക്ക് ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു സുവിശേഷ വേലയിൽ അറിയാതെ നിങ്ങളും പങ്കുചേരുകയാണ്. ഈ വചനം കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു സന്തോഷം, ഒരു സമാധാനം, ഒരു ആശ്വാസം, ഒരു ബലം, ഒരു കൃപ, ഒരു പുതിയ അറിവ്, ഒരു പോസിറ്റിവിറ്റി ഒക്കെ ലഭിക്കുമ്പോൾ അത് നമ്മളായി പങ്കുവെച്ച് കൊടുക്കുമ്പോൾ എത്ര സന്തോഷമാണ്. അറിയാതെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളും ഈ സുവിശേഷ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. അത് നിങ്ങളെല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. സാധിക്കുന്നവരിലേക്കൊന്ന് പങ്കുവെച്ച് കൊടുക്കണമേ. ഒരു സന്ദേശമല്ല, മറിച്ച് ഒരു പൊതു അറിവായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാളുകളിലൊക്കെ നിരവധി പേര് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും സുവിശേഷത്തെയും ക്രിസ്തുവിനെയും സഭയെയും ഒക്കെ വിമർശിച്ച് സന്ദേശങ്ങൾ നൽകുന്നത് കാണാനിട വരുന്നുണ്ട്. അത് മുമ്പ് എന്നത്തേക്കാൾ ഒരു മുമ്പുണ്ടായിരുന്നു, പക്ഷേ മുമ്പ് എന്നത്തേക്കാൾ ഉപരി ഒത്തിരിയേറെ അത് വർദ്ധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോഴെങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ബൈബിൾ എന്താന്ന് പോലും അറിയാത്ത മനുഷ്യരും ബൈബിൾ പ്രസംഗിക്കുക. അതിൻ്റെ അകത്ത് അക്രൈസ്തവരായിട്ടുള്ളവരുണ്ട്, ക്രൈസ്തവരായിട്ടുള്ള വ്യത്യസ്തങ്ങളായ ഡിനോമിനേഷൻസ് ഉള്ളവരുമുണ്ട്, കത്തോലിക്കരുണ്ട്, ഒത്തിരി പേരുണ്ട്. സുവിശേഷം പ്രഘോഷിക്കുന്നത് നല്ലതാണ്. കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു കടമ കൂടിയാണ്. പക്ഷേ തെറ്റ് പഠിപ്പിക്കുന്നതും അറിയാൻ പാടില്ലാത്ത എനിക്ക് തോന്നുന്നത് ഇതാണ് ദൈവം ആഗ്രഹിച്ചത്, അല്ലെ ക്രിസ്തു ആഗ്രഹിച്ചത് എന്ന് ചിന്ത വെച്ച് നിരവധി പേര് പ്രസംഗിക്കുകയാണ്. പിന്നെ മറ്റൊരു തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിലെ യുവജനങ്ങളുടെ ഇടയിലും വരുത്തുന്നത് ഞാൻ കാണുന്നത്, ഇന്നതൊന്നും ബൈബിളിൽ ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ആചരിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ക്രിസ്മസിനെ കുറിച്ച് ബൈബിളിൽ ക്രിസ്മസ് 25 ഡിസംബർ 25 എന്നുള്ളത് ബൈബിളിൽ ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ക്രിസ്മസ് ആചരിക്കുന്നത്? 3 ജ്ഞാനികൾ വന്നത് 3 ഇല്ലല്ലോ, അതുകൊണ്ട് ബൈബിൾ തെറ്റല്ലേ പഠിപ്പിക്കുന്നത്? ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ബൈബിൾ എന്തോ തെറ്റു പഠിപ്പിക്കുന്നു എന്ന രീതിയിൽ നിരവധി പേര് വീഡിയോ ഇടുകയാണ്. അതെന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട് സ്നേഹത്തോടെ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് സന്ദേശം അവസാനിപ്പിക്കാം. ഒന്നാമതായി, നിരവധി പേരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഗൗരവങ്ങളായ തെറ്റായ പ്രബോധനം നൽകുമ്പോൾ കത്തോലിക്ക സഭയ്ക്ക് ഓരോരുത്തരും പറയുന്നതിന് മറുപടി കൊടുക്കാനായിട്ട് മാർഗമില്ല. അതിനൊരു മാർഗമില്ല. ഒരു ദിവസം 50-60 പേര് ഇങ്ങനെ പറയുമ്പോൾ ആ വീഡിയോ മുഴുവനും വിശകലനം ചെയ്തിട്ട് ഈ പഠിപ്പിക്കുന്നത് തെറ്റാണ്, ഈ ആധികാരികമായിട്ടുള്ള പഠനമല്ല, ഇത് പഠിപ്പിക്കാൻ ഈ മനുഷ്യന് യോഗ്യതയില്ല, ഓരോന്നും ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കാനായിട്ട് അത് അസാധ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് മദർ ഹോമിൽ നിന്നും ഒരു അപ്പോളജറ്റിക് ശുശ്രൂഷ ആരംഭിക്കുക എന്നത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ഒരു സന്ദേശമായിട്ട് എടുക്കുകയാണ്. ഏറെ താമസിയാതെ ഇങ്ങനെ തെറ്റായ പ്രബോധനങ്ങൾ ആര് പറഞ്ഞാലും അത് പഠിച്ചിട്ടും ആധികാരികമായി ഇത് പരിശോധിച്ചിട്ടും അധികാരികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ചിട്ടും ശരിയായ പ്രബോധനങ്ങൾ നൽകാനായിട്ട് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. താമസിയാതെ അത് ആരംഭിക്കും. നിങ്ങളും അതിലൊന്ന് പങ്കുചേരണം. ഏതെങ്കിലും വിധത്തിൽ സംശയങ്ങളോ തെറ്റായ പ്രബോധനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നതോ സഭയെയോ വിശ്വാസ കാര്യങ്ങളെ ആക്ഷേപിക്കുകയോ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കത് അയച്ചു തരണം. അയച്ചു തരേണ്ടതായ നമ്പർ ഇത് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരിക. അതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുന്നതാണ്. അത് ബെന്നിയച്ചൻ്റെ അറിവല്ല പങ്കുവെക്കുന്നത്. ഈ നാളുകളിൽ ചില തെറ്റായ പ്രബോധനങ്ങൾ വന്നപ്പോൾ അത് തെറ്റായ പ്രബോധനമാണ് എന്ന്, തെറ്റായ പഠനങ്ങളാണ് എന്ന് കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയുടെ അധികാരത്താൽ നൽകിയ പ്രബോധനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാനത് സമർത്ഥിക്കുകയുണ്ടായി, പഠിപ്പിക്കുകയുണ്ടായി.
അപ്പോൾ വന്ന ഒരു അബദ്ധം എന്താണ്? അപ്പോൾ വന്നത് ഇത് പഠിപ്പിച്ചവരോടുള്ള അച്ഛൻ്റെ അസൂയയാണ്, ഇത് പഠിപ്പിച്ചവരോടുള്ള അച്ഛൻ്റെ അരിശവും അമർഷവുമാണ് അച്ഛൻ പ്രകടിപ്പിച്ചെന്നുള്ള ആരോപണം വരിക. പറയുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കുക. തെറ്റായൊരു പ്രബോധനം വന്നിരിക്കുന്നു, ഇന്ന കാരണത്താൽ ഇത് തെറ്റാണ്, അതുകൊണ്ട് ശരിയായ കാര്യം ഇങ്ങനെയാണെന്ന് പഠിപ്പിക്കുമ്പോൾ അത് തെറ്റായി പഠിപ്പിക്കുന്ന വ്യക്തികളോടുള്ള വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു അസ്വസ്ഥതയല്ല. എനിക്ക് ആരോടും ഒരു പിണക്കമില്ല, ഒരു വ്യക്തിയോടും പിണങ്ങി നടക്കുന്ന ഒരു അച്ഛനല്ല ഞാൻ. അതേസമയം ഞാൻ സഭയെ നല്ലോണം സ്നേഹിക്കുന്ന ഒരു അച്ഛനാണ്. സഭയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ജീവൻ ഹോമിക്കാനായിട്ട് അത്രയും എനിക്ക് സ്നേഹമുണ്ട് ക്രിസ്തുവിനോട്, സഭയോടും. അതുകൊണ്ട് ഈ സഭയെ ഇങ്ങനെ വഴിവക്കിൽ വെച്ചിരിക്കുന്ന ചെണ്ട കൊട്ടുന്ന പോലെ ചെണ്ട കൊട്ടുന്നത് കാണുമ്പോഴും, ക്രിസ്തു മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ക്രിസ്തു പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ പ്രഘോഷിക്കുമ്പോഴും, അത് പഠിപ്പിക്കാൻ അടിസ്ഥാനപരമായി ഒരു ക്വാളിറ്റി ഇല്ലാത്ത വ്യക്തി അതങ്ങനെ തെറ്റു പഠിപ്പിക്കുമ്പോഴും ഇത് തെറ്റാണെന്ന് പറയും. ഇത് തെറ്റാണെന്ന് പറയുമ്പോൾ അച്ഛൻ എന്താണ് അധികാരം ഇത് തെറ്റാണെന്ന് പറയാൻ എന്നൊരു പക്ഷേ നിങ്ങളിങ്ങനെ ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കണം, സഭാപ്രബോധനങ്ങളെ ആധികാരികമായി പഠിച്ച ഒരു അച്ഛനാണ് ഞാൻ. റോമിലെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ഉപരിപഠനം നേടിയിട്ട് ഈ പ്രബോധനങ്ങളെ കൃത്യതയോടെ പഠിക്കേണ്ട വിധം എങ്ങനെ എന്ന് പഠിച്ചെടുത്തിട്ട് അത് പഠിച്ചിട്ടാണ് അധികാരികളുടെ അനുവാദത്തോടും കൂടിയാണ് തെറ്റായ പ്രബോധനങ്ങളാണ് എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതല്ലാതെ വ്യക്തിപരമായ അച്ഛൻ്റെ അഭിപ്രായങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. ഇനി ഏതെങ്കിലും തെറ്റുകൾ പ്രബോധനപരമായി വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ നമ്മളെ അറിയിക്കുക, ശരിയായ പ്രബോധനങ്ങൾ എന്താണെന്ന് തിരിച്ചു നൽകാം. സത്യത്തിൽ ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ബൈബിളിൽ എവിടെയാണ് ഞായറാഴ്ച കുർബാനയ്ക്ക് പോകണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ബൈബിളിൽ എവിടെയാണ് ആണ്ടിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണം എന്ന് പറയുന്നത്? ക്രിസ്തു ഞാൻ വാളുമായിട്ടാണ് വരിക എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് എപ്പോഴാണ് വാളായിട്ട് ഈശോ വന്നത്? ഞാൻ തീയിടാനാണ് വന്നത് എന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ. എന്നിട്ട് കർത്താവ് എവിടെയാണ് തീയിട്ടത്? അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് വചനം ചിന്തിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചെടുക്കണം. അതുകൊണ്ട് ബൈബിളിലില്ല, അതുകൊണ്ട് വിശ്വസിക്കണ്ട എന്നത് കത്തോലിക്ക സഭയുടെ ശരിയായ പ്രബോധനമല്ല. കാരണം കത്തോലിക്ക സഭയുടെ പ്രബോധനവും പഠനം അനുസരിച്ച് വിശ്വാസത്തിന്റെ അടിസ്ഥാനം ബൈബിൾ മാത്രമല്ല, സോള സ്ക്രിപ്തൂര എന്നൊരു വാക്കുണ്ട്. സോള എന്ന് പറഞ്ഞാൽ ഉള്ളി, സ്ക്രിപ്തൂര സ്ക്രിപ്ചർ, ബൈബിൾ മാത്രം, വചനം മാത്രം. വചനത്തിലുണ്ടെങ്കിൽ, ബൈബിളിലുണ്ടെങ്കിൽ വിശ്വസിക്കാൻ സാധിക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണ്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എന്നറിയാവോ, കത്തോലിക്ക സഭ ഒരു ബൈബിളിലല്ല വിശ്വസിക്കുക, 2 ബൈബിളിലാണ്. നിങ്ങളിത് കേട്ടിട്ടില്ലല്ലോ. കത്തോലിക്ക സഭ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഒരു ബൈബിളിലല്ല, 2 ബൈബിളിലാണ്. ഇനി ഒരു ബൈബിൾ എഴുതപ്പെട്ട ബൈബിൾ, രണ്ടാമതൊരു ബൈബിൾ എഴുതപ്പെടാത്ത ബൈബിൾ. ആദ്യത്തെ ബൈബിൾ എഴുതപ്പെട്ട ബൈബിളാണോ എഴുതപ്പെടാത്ത ബൈബിളാണോ? എഴുതപ്പെട്ട ബൈബിൾ അല്ല, എഴുതപ്പെടാത്ത ബൈബിളാണ്. ആ എഴുതപ്പെടാത്ത ബൈബിളിനുള്ള പേരാണ് സേക്രഡ് ട്രഡീഷൻ, വിശുദ്ധ പാരമ്പര്യം. എഴുതപ്പെടാത്ത ബൈബിളിന്റെ പേരാണ് വിശുദ്ധ പാരമ്പര്യം. എഴുതപ്പെട്ടത് നമ്മുടെ കയ്യിൽ ബൈബിളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എഴുതപ്പെട്ട ബൈബിൾ പോലും എഴുതപ്പെടാത്ത ബൈബിളിൽ നമുക്ക് ലഭിച്ചതാണ്. ഞാൻ വെറുതെ ഒരു ഉദാഹരണം നിങ്ങൾ ചോദിക്കാം. 4 സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം, അതിനെക്കുറിച്ച് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതരുടെ ഇടയിലുണ്ട്. മത്തായി ആണോ മർക്കോസ് ആണോ എന്നുള്ളത്. മത്തായി സുവിശേഷകന് ഗ്രീക്ക് ഭാഷ അറിയില്ലായിരുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന മത്തായി സുവിശേഷം ഗ്രീക്ക് ഭാഷയിലാണ് അതിൻ്റെ ഒറിജിനൽ മൂലമുള്ളത്. അതുകൊണ്ട് തന്നെ മത്തായി സുവിശേഷകൻ അറിയാവുന്ന ഭാഷയിൽ, അരമായ ഭാഷയിൽ സുവിശേഷം രചിച്ചുവെന്നും അത് പിന്നീട് ചെതറിപ്പോയ അന്യദേശങ്ങളിൽ, ഡയസ്പോറയിലൊക്കെ ജീവിക്കുന്നവർക്ക് വേണ്ടി ഗ്രീക്ക് ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു എന്ന ഒരു പാരമ്പര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ മർക്കോസ് സുവിശേഷത്തിന് മുമ്പിൽ മത്തായി സുവിശേഷം എഴുതപ്പെട്ടിരിക്കാം. അതൊരു അനുമാനം മാത്രമാണ്. പക്ഷെ ആധികാരികമായി ഏകദേശം പണ്ഡിതരുടെ ഇടയിൽ ഒരു തീരുമാനമുള്ളത് ആദ്യത്തെ സുവിശേഷം മർക്കോസ് സുവിശേഷമാണ്. അത് ഏകദേശം 65 മുതൽ 70 വരെ, AD 65-70 ഇടയിലാണ്
ഈ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത്. ചിലർ പറയുന്ന 70-നും 75-നും ഇടയിലാണെന്ന് ആദ്യത്തെ സുവിശേഷം എഴുതപ്പെട്ടത്. നിങ്ങളിങ്ങനെ തന്നെ ചിന്തിക്കുക. നമ്മൾ ചരിത്രം പഠിച്ചപ്പോൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. റോമാ നഗരം കത്തിയിരിഞ്ഞു, തീ പിടിച്ചിട്ടുണ്ട്. റോമാ നഗരത്തെ തീ പിടിച്ച ചരിത്രമാണ്. ആ തീ പിടിച്ച കാലഘട്ടം AD 64 AD 64 റോമിൽ തീ പിടിച്ചപ്പോൾ ആ തീയിട്ടത് ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാണ് നീറോയുടെ ആദ്യത്തെ മതമർത്തനം ആരംഭിക്കുന്നത്. അത് AD 64 AD 64 അനേകായിരം ക്രിസ്ത്യാനികളെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അനേകായിരം ക്രിസ്ത്യാനികളെ തിളച്ചെണ്ണയിൽ മുക്കിക്കൊന്നിട്ടുണ്ട്. അനേകായിരം ക്രിസ്ത്യാനികളെ റോമിലെ ആദ്യത്തെ വഴിയായ ആപ്യൻ വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള വിളക്കുകാലുകളിൽ തലകീഴായി കെട്ടിത്തൂക്കി കാലിൽ തുണി ചുറ്റി എണ്ണയൊഴിച്ച് പന്തം പോലെ കത്തിച്ചു നിർത്തിയിട്ടുണ്ട്. റോമിലെ കൊളോസിയത്തിലെ ക്രിസ്ത്യാനികളെ സിംഹങ്ങൾക്ക് തിന്നാൻ, കടിച്ചു കയറി തിന്നാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അനേകരെ അങ്ങനെ കൊന്നു ഭക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ കഠിനമായ സഹനങ്ങളിലൂടെ ക്രിസ്ത്യാനികൾ കടന്നുപോയപ്പോൾ അവരെ ബലപ്പെടുത്താൻ ഏത് സുവിശേഷമാ ഉണ്ടായിരുന്നത്? അന്ന് ഒരു സുവിശേഷം എഴുതപ്പെട്ടിരുന്നില്ല. AD 64 ഒരു സുവിശേഷം എഴുതപ്പെട്ടിരുന്നില്ല. AD 65 ശേഷമാണ് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് ലേഖനങ്ങൾ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും പര്യാപ്തമായിരുന്നില്ല. പ്രിയപ്പെട്ടവർ, അങ്ങനെയെങ്കിൽ അനേകായിരങ്ങൾ യേശുവിന് വേണ്ടി ഒരു സുവിശേഷവും എഴുതപ്പെടുന്നതിന് മുമ്പ് ജീവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ജീവൻ ഹോമിച്ചിട്ടുണ്ടെങ്കിൽ അതിനവർക്ക് ബലം കിട്ടിയത് എന്തു വായിച്ചിട്ടാ? പാരമ്പര്യം. സ്ലീഹന്മാരുടെ അതരങ്ങളിലൂടെ പങ്കുവയ്ക്കപ്പെട്ട, പിന്നെ ആ തലമുറ തൊട്ടു താഴത്തെ തലമുറയിലേക്ക് പങ്കുവയ്ക്കപ്പെട്ട, ആ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പങ്കുവയ്ക്കപ്പെട്ട, അങ്ങനെ തലമുറകളോളം പങ്കുവയ്ച്ചു പോരുന്ന ഒരു സുവിശേഷമാണ്. ആ സുവിശേഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സുവിശേഷം എഴുതപ്പെടാത്ത സുവിശേഷം, രണ്ടാമത്തെ സുവിശേഷം എഴുതപ്പെട്ട സുവിശേഷം. അതുകൊണ്ട് എഴുതപ്പെട്ട സുവിശേഷത്തിൽ ഇല്ലെങ്കിൽ എഴുതപ്പെടാത്ത സുവിശേഷത്തിലുണ്ട്. എഴുതപ്പെടാത്ത സുവിശേഷത്തിൽ ഇല്ലെങ്കിൽ എഴുതപ്പെട്ട സുവിശേഷത്തിലുണ്ട്. സഭ രണ്ടും വിശുദ്ധമായിട്ട് പരിഗണിക്കുന്നു. വിശുദ്ധ പാരമ്പര്യം, വിശുദ്ധ ബൈബിൾ. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ആഴമായിട്ട് പഠിക്കാനും ചിന്തിക്കാനൊക്കെ സമയം കിട്ടും. ആയതിനാൽ ഇത് മാത്രം ഓർത്തു വെക്കുക. കത്തോലിക്കാ സഭയുടെ അടിസ്ഥാനം ബൈബിൾ മാത്രമല്ല, വിശുദ്ധ പാരമ്പര്യം കൂടിയാണ്. ബൈബിളിൽ ഇല്ലെങ്കിൽ വിശുദ്ധ പാരമ്പര്യത്തിലുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. ഇന്നത്തെ ദിവസത്തിൻ്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് നമ്മൾ വിശ്രമത്തിലേക്ക് പോകുമ്പോൾ, കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ചിന്തയിലോ സംസാരത്തിലോ പ്രവൃത്തിയിലോ ഉപേക്ഷയിലോ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ അത് പൊറുക്കണമേ എന്ന് കർത്താവിൻ്റെ പക്കൽ ഏറ്റുപറഞ്ഞ് ഈ ദിവസത്തെ പൂർണ്ണമായി നമുക്ക് നേടാം. നാളെ ഒരു പുതിയ ദിവസം ആരംഭിക്കട്ടെ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.